17ാമത്തെ ഭാഗത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് 17ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഓരോ ഭാഗങ്ങൾ കേൾക്കുമ്പോഴോ ശ്രദ്ധിക്കുമ്പോഴോ മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങളായി നിങ്ങൾ അറിയിക്കുന്ന പക്ഷം നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തേണ്ടതിനായി ഒരു വീഡിയോ ക്ലാസ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ചെയ്ത് തരാവുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോപ്പിക് തലക്കെട്ട് എന്ന് പറയുന്നത് നമുക്ക് ശിഷ്യന്മാരെ ഉളവാക്കാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം പല മേഖലകളിൽ നിന്നായി ഈ ക്ലാസ്സുകളോടുള്ള ബന്ധത്തിൽ ഉയർന്ന് കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങളിൽ ആരും ആ ചോദ്യം ഇതുവരെ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ആ സംശയങ്ങൾ ഉണ്ടായേക്കാം. എങ്ങനെയാണ് ശിഷ്യന്മാരെ ഉളവാക്കുന്നത്? ശിഷ്യന്മാരെ ഉളവാക്കുന്ന പരിശീലന രീതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ അതിൻ്റെ ബേസിക് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ് എന്ന് നാം അറിയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ക്ലാസ് നാം ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു ആളുകളെ വിളിച്ചപ്പം കം ആൻഡ് ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ എന്ന് പറഞ്ഞാണ് കർത്താവ് വിളിച്ചത്. വന്നെന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞാണ് കർത്താവായ യേശു ക്രിസ്തു ആളുകളെ വിളിച്ചത്. ഈ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രധാനമായും ശിഷ്യത്വം എന്നത് നടപ്പിലാക്കിയതും അതിൻ്റെ ആരംഭം കുറിച്ചതും കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആ തത്വം നമുക്ക് തന്നതും കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ശിഷ്യന്മാരെ എങ്ങനെ ഉളവാക്കി, കർത്താവിൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ചും ശിഷ്യത്വത്തിലേക്ക് നയിക്കേണ്ടതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ എന്താണ് എന്നതും നന്നായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് കൃത്യമായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ 30 മിനിറ്റത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക സാധ്യമല്ല. പ്രധാനമായും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ തത്വം, പഠിപ്പിക്കലുകളുടെ തത്വം എന്തായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശിഷ്യന്മാരെ ഉളവാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് പറ്റും എന്നതാണ് ആൻസർ. കാരണം കർത്താവ് അതാണ് പറഞ്ഞത്. മഹാനിയോഗത്തിൻ്റെ പ്രധാന വാക്കുകൾ അത് തന്നെയല്ലേ, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. അപ്പോൾ ശിഷ്യരാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കർത്താവ്. ശിഷ്യരാക്കാനേ പറ്റൂ, വിശ്വാസിയാക്കാൻ നമുക്ക് പ്രമാണമില്ല എന്നുള്ള നമുക്ക് വിശ്വാസിയാക്കാൻ വേണ്ടി ഒരു ദൗത്യനിയോഗം ചെയ്യുന്ന ഒരാൾക്ക് പ്രമാണമില്ല എന്ന് വേണമെങ്കിൽ കൂടെ നമുക്ക് പറയാം. എന്താണ് ശിഷ്യൻ ആരാണ് ശിഷ്യൻ, എന്താണ് ശിഷ്യൻ, എങ്ങനെയാണ് ശിഷ്യൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തരുന്നു. അത് ഞാൻ വായിക്കുന്നില്ല, കാരണം ഞാൻ വായിച്ചാൽ കൂടുതൽ സമയം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറയാം. എന്നിട്ട് ആ വാക്യത്തിലെ പ്രധാന ആശയം മാത്രം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 25 വരെ ഉള്ള വാക്യങ്ങളിൽ ഒരു ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരാണ് ഡിസൈപ്പിൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കർത്താവ് പറയുന്നത്. ഒരുവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നതാണ്, ദൈവത്തെ അനുഗമിക്കുക. അപ്പം ഇതിനകത്ത് ഒന്ന് തന്നെത്താൻ ത്യജിച്ച് എന്ന വാക്കിന് മലയാളത്തിൽ തന്നെത്താൻ ത്യജിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ലൈഫ് ലോങ് എന്നുള്ള ടേമാണ് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുഗമിക്കുകയും ആരെ? യേശുവിനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നയാൾ.
അനുസരിക്കുകയും ചെയ്യുന്നയാളെയാണ് കർത്താവ്. ഇപ്പം ജീവിതകാലം മുഴുവൻ യേശുവിനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നയാളെയാണ് ശിഷ്യനെന്ന് വിളിക്കാൻ പറ്റുന്നത്. അത് എന്തെല്ലാം കഷ്ടതയോടുകൂടെ അത് ചെയ്യണമോ, എന്തെല്ലാം പ്രതിസന്ധികളോടുകൂടെ അത് ചെയ്യണമോ, അങ്ങനെ ചെയ്യുന്നയാളെയാണ് ശിഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് എന്നാണ് വേദപുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം. അത് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ശിഷ്യന്മാരെ ശിഷ്യത്തിലേക്ക് ആരെ നയിക്കണം എന്നെങ്ങനെ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതിന് കർത്താവ് എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഒരു മാതൃക നമ്മൾ പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. 12-13 വാക്യങ്ങൾ. അവിടെ കർത്താവ് ചെയ്തത് പ്രധാനമായിട്ടും ദൈവം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ കാണുന്ന ഒരു രാത്രി മുഴുവൻ യേശു കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ട് അവൻ നേരം വെളുത്തപ്പോൾ താഴ്വരയിൽ ഇറങ്ങി ശിഷ്യന്മാരെ വിളിക്കുകയായിരുന്നു. വന്നെന്നെ അനുഗമിക്കുകയും എന്ന് പറഞ്ഞ് ചിലരെ അവൻ വിളിക്കുകയായിരുന്നു. അപ്പം പ്രാർത്ഥന ശിഷ്യത്വത്തിലേക്ക് നമ്മുടെ ചെറു ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളെ എല്ലാവരെയും ശിഷ്യത്തിലേക്ക് നയിക്കണം. പക്ഷെ ചിലർക്ക് അവര് അനുസരിക്കുന്നുണ്ടോ അനുഗമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ടതായ ചോദ്യം. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കണം. പ്രാർത്ഥനയോടെ ആളുകളെ തിരഞ്ഞെടുക്കണം. ഞാൻ ശിഷ്യത്തിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി പറയട്ടെ. പ്രാർത്ഥനയോടെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന നമ്മളെല്ലാവരെയും ശിഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ അവരിൽ ഏറ്റവും കൂടുതൽ അനുസരിക്കാൻ മനസ്സുള്ള ആളുകളെയാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ കണ്ടെത്തേണ്ടത്. ചിലപ്പം ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് കൂടുതൽ പൈസയുള്ള ആളെ തിരഞ്ഞെടുത്താൽ കൊള്ളാം, നമുക്ക് നമ്മുടെ കൂടെ നിർത്താനായിട്ട് തിരഞ്ഞെടുത്താൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നിപ്പോകും. കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി തിരഞ്ഞെടുത്താൽ, ശുശ്രൂഷയ്ക്ക് സഹായമായി തിരഞ്ഞെടുത്താൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നിപ്പോകും. വിദ്യാഭ്യാസം, പണം, പിന്നെ കുടുംബം, അവൻ ഏത് സാഹചര്യത്തിൽ, ഏത് ജാതി, ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നത് തീരുമാനിച്ച് അയാളെ നമ്മുടെ കൂടെ നിർത്താൻ തിരഞ്ഞെടുത്താലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ അവൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ ബേസ് ചെയ്തുകൊണ്ട് കാണാൻ കൊള്ളാം, മിടുക്കനാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയുന്ന അപ്പിയറൻസിൽ, പേഴ്സണാലിറ്റിയിൽ, വ്യക്തിത്വത്തെ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ആ തരത്തിലല്ല ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചൂസ് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവിതകാലം മുഴുവൻ അനുഗമിക്കാനും അനുസരിക്കാനും മനസ്സുള്ള ആളുകളെ പ്രാർത്ഥനയോടുകൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥന ശിഷ്യത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് പിന്നിൽ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ടതായി ഞാൻ പെട്ടെന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞു വിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 3:14 പ്രധാനമായും കർത്താവ് അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. തന്നോടുകൂടി ഇരിക്കാനും പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും അവൻ പന്തിരി വരെ തിരഞ്ഞെടുത്തു എന്നാണ് ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ അപ്പോയിന്റഡ് ആണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോയിന്റഡ് ആണ്, ഇലക്ഷൻ അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സ്പിരിച്വൽ ലീഡർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടും പ്രാർത്ഥനയോടും കൂടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നാണ് അർത്ഥം. കമ്മിറ്റി കൂടി തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല അർത്ഥം, നിയോഗിക്കുക എന്നതാണ് അർത്ഥം. നിയോഗിക്കാനുള്ള ക്വാളിറ്റി, എന്തുകൊണ്ട് അദ്ദേഹത്തെ നിയോഗിക്കാനുള്ള ക്വാളിറ്റി അദ്ദേഹം അനുസരിക്കാനും അനുഗമിക്കാനും തയ്യാറായതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ നമ്മൾ നിയോഗിച്ചു, അപ്പോയിന്റഡ്. എന്തിനാ അപ്പോയിന്റ് ചെയ്തതെന്ന് അറിയാമോ? തന്നോടുകൂടി ഇരിക്കേണ്ടതിനും. അതിനർത്ഥം തൻ്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടതിനും, ദൗത്യത്തിന്, പ്രവർത്തിക്ക്, നമ്മുടെ വാക്ക് തന്നെ ഉപയോഗിക്കാം, പ്രവൃത്തിക്ക് അയക്കേണ്ടതിനും. അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് കർത്താവായ യേശു ക്രിസ്തു സമയം കൊടുത്തു,
സമയം കൊടുക്കുകയും ഒരു പ്രവൃത്തി കൊടുക്കുകയും ചെയ്തു. സമയം മാത്രമല്ല കൊടുത്തത്, സമയം കൊടുക്കുകയും ഒരു പ്രവൃത്തി ഒരു ജോലി കൊടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് സമയം കൊടുത്തത് എന്ന് ചോദിച്ചാൽ 3.5 വർഷമാണ് കർത്താവ് അവർക്ക് സമയം കൊടുത്തത്. 3.5 വർഷം തൻ്റെ കൂടെ ഇരുന്നു. അവർ താൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ സഞ്ചരിച്ചു, യാത്ര ചെയ്തു. എന്തിനാണ് തൻ്റെ കൂടെ അവരെ സമയം ചെലവഴിച്ചത്? കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. പല പാഠങ്ങളിൽ കൂടെ മലയിൽ കയറി പഠിപ്പിച്ചു, പ്രാർത്ഥനയിൽ കൂടെ പഠിപ്പിച്ചു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരെ പഠിപ്പിച്ചു, സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ കൂടെ അവരെ പഠിപ്പിച്ചു. തൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് അവരെ പഠിപ്പിച്ചു. തൻ്റെ പെരുമാറ്റം കൊണ്ട് കർത്താവ് അവരെ പഠിപ്പിച്ചു. ശത്രുക്കളോടുള്ള തൻ്റെ പെരുമാറ്റം കൊണ്ട്, എതിർക്കുന്ന ആളുകളുടെ ചോദ്യങ്ങളോടുള്ള തൻ്റെ പെരുമാറ്റം കൊണ്ടൊക്കെ കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം സമയം ചെലവഴിക്കുന്നത് പ്രധാനമായും തൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ ശരിയായി മനസ്സിലാക്കേണ്ടതിനും അവർ തന്നിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതിനും വേണ്ടിയാണ് കർത്താവ് അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്. അപ്പോൾ ആരെ ശിഷ്യത്തിലേക്ക് എങ്ങനെയാണ് നയിക്കേണ്ടത്? അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ പ്രാർത്ഥനയോടുകൂടെ സമയം കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചാണ് കർത്താവ് ശിഷ്യത്തിലേക്ക് അവരെ നയിച്ചത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14:15 പിന്നെയും കർത്താവ് ശിഷ്യന്മാരുമായി ഉള്ള ബന്ധത്തിൽ ചിലവഴിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് അവരെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ലവ് ഗാഡ്. അതായിരുന്നു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട, ലവ് ഗാഡ് എന്നുള്ളതായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഓറിയൻറ്റേഷൻ. അവർക്ക് കൊടുത്ത അവരെ എല്ലാ തരത്തിലും പഠിപ്പിച്ചു കൊണ്ടുവന്നത് പ്രധാനമായും അവർ മുൻപിൽ കാണേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കണം എന്നതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചത്. കാരണം കർത്താവ് പറയുന്നത്, യേശു കർത്താവ് ഈ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എൻ്റെ വചനം പ്രമാണിക്കുമെന്നും എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം കർത്താവരെ പഠിപ്പിച്ചത് ഒബീഡിയൻസ് ആണ്. നമ്മളിവിടെ അനുസരിക്കുക എന്നുള്ള വാക്ക് പറഞ്ഞു. അനുസരിക്കുക, എന്ത്? കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനകൾ അനുസരിക്കുവാൻ അവരെ പഠിപ്പിച്ചു. എങ്ങനെയാണ് കൽപ്പനകൾ അനുസരിക്കേണ്ടത് എന്നത് അവരെ പഠിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ കൽപ്പനകൾ എങ്ങനെയാണ് ഒബീഡിയന്റ് ബേസിൽ എങ്ങനെയാണ് കൽപ്പനകൾ അനുസരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അതും കർത്താവ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായം 2 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തതായി ശിഷ്യന്മാർക്ക്, മാതൃക തൻ്റെ പിന്നാലെ വരുന്ന ശുശ്രൂഷക്കാർക്ക്, ഈ ശിഷ്യന്മാർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തതായി നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ മാതൃകയെക്കുറിച്ച് മാതൃക എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ആ വേദഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ വേദഭാഗങ്ങൾ വായിച്ചു നോക്കണം. ആ മാതൃക എന്താണെന്ന് കുറച്ചുകൂടെ വിശദമായിട്ട്, ആ മാതൃകയുടെ പ്രധാനപ്പെട്ട പൊരുൾ, ആ മാതൃകയിലെ ക്വാളിറ്റി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് കർത്താവ് അവർക്ക് ചെയ്തത്, മാതൃക കാണിച്ചു കൊടുത്തതിന് ശേഷം, മാതൃക കാണിച്ചു കൊടുത്തു എന്ന് നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ നേരത്തെ പഠിച്ചത് മോൾ എന്നുള്ള ആ സിദ്ധാന്തമായിരുന്നു. മോഡൽ, അസിസ്റ്റ്, വാച്ച്, ലീവ്. അതാണ് മാതൃക. നമ്മൾ ആദ്യം മോഡൽ ചെയ്താണ് മാതൃക. അതിനുശേഷം ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ മോഡലായി കാണിച്ചു കൊടുത്ത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവർക്ക് സഹായമായി നിന്നു. അതിനുശേഷം അവരെ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയോടെ നോക്കി കണ്ടു. എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നത് പരിഹരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷം അവരെ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞയച്ചത് ആണ് മോൾ എന്ന സിദ്ധാന്തത്തിൽ കൂടെ നമ്മൾ കണ്ടത്. അപ്പം ഈ ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ മോൾ എന്നുള്ള സിദ്ധാന്തത്തിൽ പഠിച്ചത്. കർത്താവ് ശിഷ്യന്മാർക്ക് എങ്ങനെ മാതൃക കാണിച്ചു കൊടുത്തു എന്നുള്ള ആ തത്വമാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്,
കർത്താവ് അവർക്ക് ശുശ്രൂഷ കൊടുത്തു. അവരോട് ഇതാ ആണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്. ദൈവം അവരെ വാച്ച് ചെയ്യുകയും ലീവ് ചെയ്യുകയും ചെയ്തു. മോളിൻ്റെ WL ആണ് അവിടെ നടന്നത്. കർത്താവ് അവരെ ഡെലിഗേറ്റ് മിനിസ്ട്രി അവരോട് ചെയ്യാൻ പറഞ്ഞു, കാര്യങ്ങൾ പോയി ചെയ്യാൻ പറഞ്ഞു. ചെയ്തിട്ട് അവർ വരുമ്പം കർത്താവ് അവരോടൊരു ഒരു റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. കർത്താവ് അവരോട് ചോദിക്കുന്നത്, അവർ തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഭാഗങ്ങൾ കുറച്ചൊന്ന് വായിച്ചു കളഞ്ഞോട്ടെ. പ്രളയത്തെ പറഞ്ഞു. അപ്പം ദൈവം അവരെ അയക്കുന്നു. എന്തിനാ വേണ്ടി അയക്കുന്നതെന്നറിയാമോ? ദൈവം അവരെ ശുശ്രൂഷയ്ക്കായി അയക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നു, ഹോംവർക്ക് കൊടുക്കുന്നു, പ്രവൃത്തി കൊടുക്കുന്നു. നിങ്ങളെവിടെ പോകുന്നു, ആരുടെ അടുത്ത്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും കർത്താവ് ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഇനി ശിഷ്യത്തിലേക്ക് അവരെ നയിക്കുന്നതിൻ്റെ മറ്റേ ഭാഗം എന്താണെന്ന് ഞാൻ പറയാം. അടുത്തത് കർത്താവ് ശിഷ്യത്തിലേക്ക് നയിച്ച ആളുകളുമായിട്ടുള്ള പെരുമാറ്റ രീതിയിൽ കർത്താവ് കാണിച്ചു കൊടുത്ത് ലൂക്കോസ് 10:17 മുതൽ ലൂക്കോസ് 10:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂപ്പർവൈസ് എന്ന് പറഞ്ഞാൽ അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവർ മടങ്ങി വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവിനോട് അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്, ഇവിടെ നമുക്ക് സൂപ്പർവൈസ് മേൽനോട്ടം എന്ന് വേണേൽ പറയാം. സൂപ്പർവൈസും മേൽനോട്ടം എന്ന് തന്നെ എഴുതാം. കർത്താവരുടെ ശുശ്രൂഷയ്ക്ക് മേൽനോട്ടം വഹിച്ചു. മേൽനോട്ടവും റിപ്പോർട്ടും അവരോട് ചോദിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിച്ചത് അവർ തിരിച്ചു വന്ന് റിപ്പോർട്ട് പറയുകയാണ്. കർത്താവരുടെ ശുശ്രൂഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ടാണ് റിപ്പോർട്ട് ചോദിച്ചത്. പലപ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പം ആളുകൾ ചെറിയൊരു സംഘടനയായോ വലിയൊരു സംഘടനയായോ പ്രവർത്തിക്കുമ്പം നാം ചിലപ്പോഴൊക്കെ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. റിപ്പോർട്ട്, ആളുകളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ടിന് വേണ്ടിയാണെന്നാണ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ടിന് വേണ്ടിയാണെന്നാണ് ആളുകളുടെ മനസ്സിലുള്ള ചിന്ത. അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെന്താ റിപ്പോർട്ട് തരാഞ്ഞ് അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തയ്ക്കാഞ്ഞേ എന്ന് സംഘടനകൾ പറയുന്നത് കൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നന്നായി ട്രെയിൻഡ് അല്ലാത്ത നല്ല ലീഡർഷിപ്പിൻ്റെ കീഴിൽ, ലീഡർഷിപ്പിൻ്റെ സൂപ്പർവിഷനിൽ മേൽനോട്ടത്തിൽ നിൽക്കാത്ത, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണത്തക്കോണം തങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്യുന്ന ആളുകൾ, ആ സൂപ്പർവിഷൻ ലീഡർഷിപ്പ് മേൽനോട്ടം വഹിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കള്ളത്തരങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോഴെന്നല്ല മിക്കപ്പോഴും ഈ ശുശ്രൂഷ തൻ്റെ കീഴിൽ ഉള്ള ശുശ്രൂഷകന്മാരെ പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടുകളിൽ, ഈ 20-21 നൂറ്റാണ്ടുകളിൽ പ്രേരിപ്പിക്കാറുണ്ട്. കാരണം നിങ്ങൾ നല്ലപോലെ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ സപ്പോർട്ട് കാര്യമായിട്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ച് കള്ളത്തരങ്ങൾ ഒത്തിരി എഴുതാൻ ശുശ്രൂഷകന്മാരെ പഠിപ്പിക്കുകയും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് നിലവിലുണ്ട്. പക്ഷേ കർത്താവ് റിപ്പോർട്ട് ചോദിക്കുന്നത്, അല്ല വേദപുസ്തകം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതും അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ച മാതൃകയിൽ പറയുന്നത് സപ്പോർട്ടിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവ് അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. അവർക്ക് എന്ത് മനസ്സിലായി, എന്താണ് അവർക്ക് വന്ന തെറ്റ് എന്ന്, ശുശ്രൂഷയിൽ വന്ന, പ്രവർത്തനത്തിൽ വന്ന കുറവുകൾ എന്താണ്, പോരായ്മകൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അവരോട് കർത്താവ് റിപ്പോർട്ട് ചോദിക്കുന്നത്. അവരെല്ലാം വന്നിട്ട് അവർ വളരെ ആവേശത്തോടെ ആ ദിവസം റിപ്പോർട്ട് കൊടുത്തത് നമ്മളവിടെ കാണുന്നുണ്ട്. കാണുമ്പോൾ കർത്താവരെ കറക്റ്റ് ചെയ്യുന്നത് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം വന്നിച്ച് പറഞ്ഞത്, നിന്റെ നാമം പറഞ്ഞപ്പോഴേ ഭൂതങ്ങൾ വിട്ടുപോയി, അത്ഭുതങ്ങൾ, ഭയങ്കര അടയാളങ്ങൾ. നമ്മളായിരുന്നെങ്കിൽ അവരെ അത്ഭുതങ്ങളുടെ സ്പെഷ്യലിസ്റ്റായിട്ട് സ്റ്റേജുകൾ മാറി ഒരുക്കി കൊടുത്ത് അവരെ കൊണ്ടു നടന്നേനെ. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞത്, അവരെ കറക്റ്റ് ചെയ്തു. അവരുടെ മുൻപിൽ അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടായ കൊമ്പ് എന്താണെന്ന് കർത്താവിന് മനസ്സിലായ ആ കൊമ്പ് വെട്ടിക്കളയാൻ, ആകാത്ത കൊമ്പ് വെട്ടിക്കളയാൻ കർത്താവ് തീരുമാനിച്ചിട്ട് അവരോട് പറയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരും നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അനേകരുടെ പേരും സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അവരുടെ
അവരുടെ സ്പെക്സ് മാറ്റി കൊടുത്തു, അവരുടെ കണ്ണാടി മാറ്റി കൊടുത്തു. അവർ അത്ഭുതങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ, അടയാളങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ, ഭൂതങ്ങളുടെ മേലുള്ള ശാന്തിക്ക്, ഭൂതം വരപ്രാപ്തൻ എന്ന പേരിലേക്ക് ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാൻ, അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആളുകളാണ് തങ്ങളെന്ന ഒരു ബോധത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഡയറക്ഷനിലായിരുന്നു അവർ നിൽക്കുന്നത്. കർത്താവിന് മനസ്സിലായി ആ ഡയറക്ഷനിൽ അവരെ വിട്ടാൽ അവർ ശരിയായിട്ട് ദൈവം അവരെ വിളിച്ച് നിയോഗിച്ച ഡയറക്ഷനിൽ അവർക്ക് ശുശ്രൂഷ മുമ്പോട്ട് ചെയ്യാൻ പറ്റാതെ പോകും എന്ന് അവർ ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് കർത്താവ് അവരെ കറക്റ്റ് ചെയ്തു. അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെ ചില ആളുകളുടെ പേരും സ്വർഗരാജ്യത്തിൽ രേഖപ്പെടുന്നത് മുഖാന്തരം നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെ കറക്റ്റ് ചെയ്തു. അപ്പം മേൽനോട്ടവും റിപ്പോർട്ടും സപ്പോർട്ടിന് വേണ്ടിയല്ല, കറക്ഷന് വേണ്ടിയാണ്. കറക്ഷന് വേണ്ടി എന്നുള്ളത് മലയാളത്തിൽ കറക്ഷൻ എന്നുള്ളതിന് പറയാൻ പറ്റുന്ന ഒരു പദം എന്ന് പറയുന്നത് ക്രമീകരിക്കാനെന്നോ, ക്രമീകരണത്തിന് വേണ്ടി, ക്രമീകരണത്തിന് വേണ്ടിയായിരുന്നു. അവരുടെ ശുശ്രൂഷകൾ മുമ്പോട്ട് എങ്ങനെ ക്രമീകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമ്മളാണ് ക്രമീകരിക്കേണ്ടത്. ആസ് എ ലീഡർ, മേൽനോട്ടം വഹിക്കുന്നയാൾ എന്ന നിലയിൽ നമ്മൾ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റിപ്പോർട്ട് ഇറ്റ്സ് നോട്ട് മിയർലി എ നമ്പേഴ്സ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്പറുകളല്ല. നമ്പറുകൾ പറഞ്ഞാൽ 100 പേര്, 1000 പേര്, 10,000 പേര്, അതല്ല റിപ്പോർട്ട്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ് റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കേണ്ടത്. ഇന്ന് അത് മാറിയിട്ട് നമ്പറുകളാണ് റിപ്പോർട്ടുകളായി മിക്കവാറും കാണുന്നത്. വലിയ നമ്പറുകൾ കാണുമ്പോൾ ആളുകൾക്ക് ആഹ്ലാദമുണ്ടാകും, സന്തോഷമുണ്ടാകും എന്നതുകൊണ്ട് ആളുകൾ ഒത്തിരി നമ്പറുകൾ എഴുതി കൊടുക്കുകയും ചെയ്യും. അതെല്ലാം മലയാളത്തിൽ നമ്മൾ പറയുന്ന നമ്പറുകളായി തന്നെയാണ് റിപ്പോർട്ടുകൾ കിടക്കുന്നത്. അടുത്തത് കർത്താവ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമുണ്ട്. മത്തായി 28 പ്രധാനപ്പെട്ട നമ്മുടെ വേദഭാഗം 18 മുതൽ 21 വരെ. ദൈവം അവർക്ക് ദർശനം പകർന്നു കൊടുത്തു. ദർശനം അവർക്ക് പകർന്നു കൊടുത്തു. അവർ ശുശ്രൂഷ ചെയ്തു, അവർക്കൊരു അവസരം കൊടുത്തു. അവർ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു, അവരെ കറക്ഷൻ ചെയ്തതിന് ശേഷം കർത്താവ് അവർക്ക് ശിഷ്യന്മാർക്ക് ദർശനം പകർന്നു കൊടുക്കുകയാണ്. ദർശനം പകർന്നു കൊടുത്തതിന് ശേഷം കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പറയൂ എന്നൊക്കെ പറഞ്ഞ് കർത്താവർക്ക് ദർശനം പകർന്നു കൊടുത്തു. അതിനുശേഷം വേദപുസ്തകത്തിൽ നടന്ന ഒരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തിയിട്ട് ഞാൻ നിർത്തട്ടെ. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഇതിനെ സാധാരണഗതിയിൽ ഒരു തത്വമായി ഈ വാക്യത്തെ വികസിപ്പിച്ചിട്ടുണ്ട് ചർച്ച് പ്ലാന്റേഴ്സ്. അതിനെ 2-2-2 എന്നാണ് പറയുന്നത്. നമ്മൾ 2-3-4 എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫോർമുല ആയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് 2-2-2 എന്ന തത്വമാണ് അവർ ഇത് മുഖാന്തരം പറയുന്നത്. അതിൻ്റെ അർത്ഥം 2 തിമോത്തി 2:2 എന്നുള്ളതാണ്. 2 തിമോത്തിയോസ് 2:2 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തത്വമാണ്, ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് 2-2-2 എന്നുള്ള നമ്പേഴ്സ് ഒരു തത്വമായി വികസിപ്പിച്ച് ദൗത്യശാസ്ത്രത്തിൽ പ്രായോഗികമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനെ ഒരു തത്വമായി ഈ തിയറി പ്രകാരമാണ് വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ വിശദീകരണം എന്താണെന്ന് ചെറിയൊരു വിശദീകരണം ഞാൻ പറഞ്ഞു നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇതിൻ്റെ മോഡലാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുകയും എന്ന് പറഞ്ഞു. അത് പുതിയ നിയമത്തിൽ എങ്ങനെ മാതൃകാപരമായി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത്. ഇത് പൗലോസ് ആണ് പറയുന്നത്. പൗലോസ് പറയുന്നു. പൗലോസ് ആരോടാണ് പറയുന്നത്? തിമോത്തിയോസിനോട് പറയുന്നു. തിമോത്തിയോട് പറയുന്നത്, നീ പോയി വിശ്വസ്തന്മാരെ അത് പഠിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പം വിശ്വസ്തന്മാർ എന്ന് പറയുമ്പം ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. വിശ്വസ്തന്മാരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അതിന് വേണ്ടിയാണെന്ന് അറിയാമോ?
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ ഇതുപോലെ ശിക്ഷത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരായ വിശ്വസ്തന്മാരെ പരമേൽപ്പിക്കാൻ. അപ്പം പിന്നെ വന്നപ്പോൾ മറ്റുള്ളവർ വന്നു. മറ്റുള്ളവർ അത് ഇങ്ങനെ ഓരോരുത്തടത്തും ഓരോ ഇതിലും മറ്റുള്ളവർ വന്നു. വിശ്വസ്തന്മാര് നോക്കുക. അന്നേരം ഇത് ആദ്യത്തെ ആളാണ് പൗലോസ്. ഒന്നാമത്തെ തലമുറ എന്ന് നമുക്ക് വേണേൽ പറയാം. തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ നയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിങ്ങളെ പൗലോസിന്റെ ഭാഗത്ത് നിർത്താം. നിങ്ങളുടെ തിമോത്തി ആരാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഒത്തിരി തിമോത്തിയോസ്മാരുണ്ടാവാം. ചിലപ്പം 5 പേരുണ്ടാവും, 6 പേരുണ്ടാവും, 10 പേരുണ്ടാവും, 12 പേരുണ്ടാവും. യേശു ക്രിസ്തുവിന് 12 പേരുണ്ടായിരുന്നു ശിഷ്യന്മാർ. പൗലോസിന്റെ കാര്യത്തിലാണ് നമ്മൾ ഈ വേദഭാഗത്തെ വിശദീകരിച്ച് പറയുന്നത്. ആരാണ് നിങ്ങളുടെ തിമോത്തിയോസ്? നിങ്ങളുടെ അടുത്ത തലമുറ, 2ാം തലമുറ ആരാണെന്ന് കണ്ടുപിടിക്കുക. ആ 2ാം തലമുറയിൽ നിന്ന് 3ാമത്തെ തലമുറ വിശ്വസ്തർ എന്ന ഭാഗത്തേക്ക് 3ാമത്തെ തലമുറ പോകും. ആ വിശ്വസ്തരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വരുമ്പോൾ 4ാം തലമുറ ശിഷ്യത്വത്തിന്റെ 4 തലമുറകളെയാണ് 2 പ്രിൻസിപ്പിളിൽ കൂടെ, തത്വത്തിൽ കൂടെ വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നത്. ആ 4 തലമുറകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഈ ക്ലാസ്സിൽ ഒരു തിയററ്റിക്കൽ സ്റ്റഡീസിൽ ഇല്ലാത്തത് കൊണ്ട് പ്രാക്ടിക്കൽ സ്റ്റഡീസിലുണ്ട്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്നില്ല എന്ന കാര്യവും കൂടെ ഓർപ്പിക്കുന്നു. ഇനി ഒറ്റ കാര്യം കൂടെ കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞ് നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ശിഷ്യന്മാരെ എങ്ങനെ ഉളവാക്കാം എന്നുള്ളതിൻ്റെ തത്വമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് പറ്റുമോ? അപ്പം പിന്നെ വേറൊരു ചോദ്യം, പുതുതായിട്ട് വന്ന ഒരാൾക്ക് സാധിക്കുമോ? ഒരാഴ്ച ആയതേ ഉള്ളൂ പുള്ളി വിശ്വാസത്തിൽ വന്നിട്ട് 2-3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു, പക്ഷേ അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ, നമ്മൾ ഈ താറാവിനെ കണ്ടിട്ടില്ലേ? താറാവിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു തള്ളത്താറാവിന്, എനിക്ക് താറാവിനെ വരയ്ക്കാൻ അത്ര ഭംഗിയായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും ഇതൊരു തള്ളത്താറാവാണെന്ന് കൂട്ടിക്കോ. തള്ളത്താറാവിന് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ തള്ളയുടെ പുറകെ ഒരു ലൈനിൽ ആദ്യം 2-3 കുഞ്ഞുങ്ങൾ പോകും. അവരുടെ പുറകെ അടുത്ത കുഞ്ഞുങ്ങൾ വരും, അവരുടെ പുറകെ അടുത്ത കുഞ്ഞുങ്ങൾ വരും, അല്ലേ? ഇങ്ങനെ കുഞ്ഞുങ്ങൾ പുറകെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു നോക്കൂ. താറാവ് തൻ്റെ കുഞ്ഞുങ്ങളെ, അല്ലെ താറാവും കൂട്ടം എങ്ങനെയാണ് നടന്നു. മുമ്പിൽ കുറച്ച് പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരാളുണ്ടാവും. അമ്മ താറാവും കുഞ്ഞുങ്ങളും ആണെങ്കിൽ തള്ളത്താറാവായിരിക്കും മുമ്പിൽ പോകുന്നത്. അവരുടെ പുറകെ കുഞ്ഞുങ്ങൾ പല ലൈനുകളിലായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ച് ജനിച്ചവരാണ്, വയസ്സുകൊണ്ട് ഒരുപോലെ ഉള്ളവരാണ്. പക്ഷേ ഈ നേതാവ് ഇതിൻ്റെ തൊട്ടുപുറകിൽ ഫസ്റ്റ് അടുത്ത ലൈനിലുള്ളത് ഈ ഇത്ര ആളുകളാണ്, ഇത്രയും താറാവ് കുഞ്ഞുങ്ങളാണ്. അടുത്ത ലൈനിലുള്ളത് ഇത്രയും താറാവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീഡറിൽ നിന്ന് നിങ്ങൾക്ക് ശിഷ്യത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ, നിങ്ങളിവിടെയാണെന്നിരിക്കട്ടെ, നിങ്ങളിവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരെക്കാൾ, ഇത് മറ്റുള്ളവർ നമ്മൾ വിശ്വസ്തന്മാർ എന്ന് പറഞ്ഞല്ലേ, വിശ്വസ്തന്മാരോട് പറഞ്ഞത് മറ്റുള്ളവരെ പരമേൽപ്പിക്കാനായിട്ടാണ് പറഞ്ഞത്. മറ്റുള്ളവരെക്കാൾ, നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരെക്കാൾ നിങ്ങൾ ആത്മീക വിഷയത്തിൽ ഒരു പടി മുൻപിലാണെങ്കിൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ, നിങ്ങൾ ഒരേ ഗ്രൂപ്പാണ്, പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം 1 സ്റ്റെപ്പ് എഹെഡ് എന്നുള്ളതാണ്. ഒരു പടി മുൻപിലാണെന്നുള്ളതാണ്. ആത്മീയമായി എഹെഡ്, ഒരു പടി മുൻപ്. നിങ്ങൾ ആത്മീകമായി നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാൾ, നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ, നിങ്ങളുടെ വീട്ടുകാരേക്കാൾ നിങ്ങൾ ആത്മീകമായി ഒരു പടി മുൻപിലാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ശരിയായ നേതാവിനെ അനുഗമിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ നിങ്ങൾക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതിൽ ഏജ് അല്ല പ്രത്യേകത, അതിൽ അനുസരണമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ അനുഗമിക്കുകയും അനുസരിക്കുകയും. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുൻപിലാണെങ്കിൽ, if you are 1 step ahead, you can lead disciples, you can make disciples.
അപ്പം ഇയാളെ സംബന്ധിച്ച് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു പാസ്റ്റർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കാം. ഹീസ് 1 സ്റ്റെപ്പ് ahead you. നിങ്ങളെക്കാൾ ഒരു പടി മുൻപിലാണ് ആ പാസ്റ്റർ. ആ പാസ്റ്ററിന്റെ മുമ്പിൽ മറ്റൊരാളായിരിക്കാം നിൽക്കുന്നത്. അദ്ദേഹവും ഈ പാസ്റ്ററിനേക്കാൾ ഒരു പടി മുൻപിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി അദ്ദേഹമാണ് യേശുവിനെ കണ്ട് ഇറങ്ങിയത് എന്നിരിക്കട്ടെ. യേശുവിനെ കണ്ട് ഇറങ്ങിയതെങ്കിൽ യേശു നമ്മളെക്കാൾ മുൻപിലാണ്, നമ്മളെക്കാൾ പടികൾ മുൻപിലാണ് അനുസരണത്തിൻ്റെ കാര്യത്തിൽ, ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നാം ആത്മീയ വിഷയത്തിൽ ഒരു പടി മുൻപിലാണെങ്കിൽ, നമുക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുൻപിലാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെക്കാൾ ഒരു പടി മുൻപിലാണെങ്കിൽ നമുക്ക് ശിഷ്യന്മാരെ ഉളവാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞ ഈ വേദഭാഗങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക ഒരിക്കൽ കൂടെ. എന്നിട്ട് ഈ ക്ലാസ്സുകൾ പിന്നെയും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒരിക്കൽ കൂടെ കേൾക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ എഴുതി വെച്ച പേരുകൾ ചിലതുണ്ട്, ദർശനമായി എഴുതി വെച്ച ആ പേരുകൾ നിങ്ങളെക്കാൾ ഒരുപടി പുറകിലാണ്, മറ്റുള്ളവരായുടെ കൂട്ടത്തിലാണ്. അവർ ഒരുപടി ആത്മീയത്തിൽ പുറകിലാണ്. അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സുവിശേഷം പറയാൻ തയ്യാറാകുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സാക്ഷ്യവും സുവിശേഷവും നിമിത്തം അവർ യേശുവിനെ അറിയുവാനും യേശുവിലേക്ക് വരുവാനും ശിഷ്യത്വത്തിലേക്ക് വരുവാനും കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.